ഒന്നാമത്തത് ഇദാ ദുക്കിറ മഅൽ ഫിഇലി ഫായിലുഹു യുസമ്മ. ഫിഇലിൻ്റെ കൂടെ ഫായിലിനെ പറഞ്ഞാൽ അതിനെന്താ പറയുക? അപ്പുറത്ത് ഉത്തരമുണ്ട്. മഫ്ഊലു ലഹു, ലഹുമ, മഅറൂഫ്, ളർഫു മക്കാന്, അസ്ബഹ, യുജ്സമു, മജ്റൂർ, ലാഹിർ. അപ്പോൾ അതിൻ്റെ ഉത്തരം മഅറൂഫ് എന്നാണ് അർത്ഥം. അതായത് ഫിഇലിൻ്റെ കൂടെ ഫായിലിനെ പറഞ്ഞാൽ മഅറൂഫ് എന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മജ്ഹൂൽ എന്നും പറയും. നമ്മൾ ആദ്യത്തെ പാഠത്ത് പഠിച്ചാണത്. അടുത്തത് തെർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. ഇസ്മിനിക്ക് റഫ്ഉം പിന്നെ ഖബറിനിക്ക് നസ്ബും. അത് നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ഷോർട്ട് പഠിക്കാൻ അല്ലേ. അതേതാ? കാനാഹ്വാത്തിൽ പെട്ടതാണ്. കാനാഹ്വാത്ത് ഏതൊക്കെയാണ്? അതിൽ പെട്ടതാണ് അസ്ബഹ. അപ്പോൾ ഉത്തരം ഏതാണ്? അസ്ബഹ. അടുത്തത് മൂന്നാമത്തെ മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഇലി. ഫിഇൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാരണം വിശദീകരിക്കുന്ന മസ്ദർ അതേതാണ്? മഫ്ഊലുൻ ലഹു ആണ്. അടുത്ത് മിനൽ ലമീറിൽ മുത്തസിലത്തി. മുത്തസിലായ ലമീറിൽ പെട്ടത് ഏതാണ്? ലഹുമ. അടുത്ത മുലാഫുൻ ഇലൈഹി അപ്പോൾ എന്തായിരിക്കും? ജറായിരിക്കും. മജ്റൂറുൻ. മുലാഫുൻ ഇലൈഹി മജ്റൂറുൻ. അടുത്തത് അല്ലമായിറു തൊക്കുമു മക്കാനുൽ ഇസ്മി. ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ലമീറുകൾ അതേതാണ്? അല്ലമായിറു തൊക്കുമു മക്കാനുൽ ഇസ്മി ഡാഷ്. ഏത് ഇസ്മിൻ്റെ? അല്ലമായിറു തൊക്കുമു മക്കാനുൽ ഇസ്മി. ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ലമീറുകൾ. ഇസ്മിൻ്റെ സ്ഥാനത്ത് പറഞ്ഞാൽ ഏത് ഇസ്മാണ് ചോദിക്കുന്നത്? അതായത് അല്ലാഹിരി, ലാഹിറായ ഇസ്മ. അപ്പോൾ ഉത്തരം എന്താണ്? ലാഹിർ. അടുത്ത ഇദാ ദഖല അലൽ ഫീലിൽ മുലാരി ജാസിമുൻ. അല്ലേ, മുലാരിയായ ഫീലിലേക്ക് ജസ്മിൻ്റെ അർഫ് പ്രവേശിച്ചാൽ യുജ്സമു. അതാണ് ഉത്തരം. അടുത്ത ഇസ്മി യദുല്ലു അല മക്കാനി വുഖൂഇൽ ഫീലി. ഫീല് സംഭവിക്കുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ മേലെ അറിയിക്കുന്ന ഇസ്മ ഏതാണ്? ലർഫു മക്കാന്. ഓരോന്നിനും 2 മാർക്കാണ് കേട്ടോ. അടുത്ത ലർഫു നൗആനി മാഹുമ. എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ലർഫു 2 വിധം ഏതെല്ലാം? ഏതൊക്കെ? ലർഫു സമാൻ, ലർഫു മക്കാൻ. അലാമാ തദ്ഖുലു ഇന്ന അഖ്വാതുഹ. ഇന്ന അഖ്വാത്തുകൾ പ്രവേശിക്കുന്നത് ഏതിൻ്റെ മേലിലാണ്? ഏതിൻ്റെ മേലിലാണ്? മുബ്തദൻ്റെ ഖബറിൻ്റെ മേലെ. അപ്പോൾ അലൽ മുബ്തദഇ വൽ ഖബരി. അടുത്ത അൽ ഹുറൂഫുല്ലത്തി തൻസിബുൽ മുലാരിയ മാഹിയ. മുലാരിയായ ഫീലിനിക്ക് നിസ്ബ് ചെയ്യുന്ന ഹർഫുകൾ ഏതെല്ലാം? അൻ, ലൻ, കൈ, ഇദൻ. അല്ലേ. അടുത്ത ഹുറൂഫുൽ അത്ഫി കം ഹിയ. അത്ഫിൻ്റെ അക്ഷരങ്ങൾ എത്ര? 10. അടുത്ത അല്ലമായിറു നൗആനി മാഹുമ. ലമീർ 2 വിധം ഏതെല്ലാം? മുത്തസിൽ, മുൻഫസിൽ. അടുത്ത നുഅരിബ് അറബിയാക്കാനാണ്. ഞാൻ 7ാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ എന്നുള്ളതിന് എന്താ പറയുക? അന എന്നാ പറയുക അല്ലേ. പിന്നെ വിദ്യാർത്ഥിയാണെന്നുള്ളതിന് എന്ത് പറയും? താലിബുൻ അല്ലെ ദാരിസുൻ. അപ്പോൾ അന ദാരിസുൻ ഫി സാബിയ. സഫു സാബിയ പറഞ്ഞാൽ 7ാം ക്ലാസ്. സഫു പറഞ്ഞ ക്ലാസ്, സാബിയ പറഞ്ഞാൽ 7ാമത്തെ. അപ്പോൾ 7ാം ക്ലാസ്. അല്ലെങ്കിൽ അന താലിബെന്നും പറ്റും. അടുത്ത 2 ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഉസ്താദ് വന്നപ്പോൾ ജാ അൽ ഉസ്താദു. ഉസ്താദ് വന്നു. ഫഖുംന. അപ്പോൾ ഞങ്ങൾ എണീറ്റ് നിന്നു. ഇജ്ലാലല്ലഹു. ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ട്. അടുത്തത് ഇന്ന് ഞാൻ പരിപൂർണമായ വുളൂഅ് ചെയ്തു. തവല്ലഉതു വുളൂഅൻ കാമിലൻ. അൽ യൗം തുടക്കത്തിൽ കൊടുക്കുക. അപ്പോൾ അൽ യൗം തവല്ലഉതു വുളൂഅൻ കാമിലൻ. അടുത്തത് ഞാൻ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു. സ്വല്ലൈതു. ഞാൻ നിസ്കരിച്ചു. സ്വലാത്ത തഹജ്ജുദി. തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു. അടുത്തത് ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു. മഷ എന്ന് പറഞ്ഞാൽ നടന്നു. അപ്പോൾ ഞാൻ നടന്നു പറയുമ്പോൾ മഷൈത്തു. പിന്നിൽ ഖൽഫ. അബി എൻ്റെ ഉപ്പ. മഷൈത്തു ഖൽഫ അബി. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ചെയ്യാൻ 5 മാർക്കാട്ടോ. ഓരോന്നിനും 5 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് എഴുതിയാലും നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ സ്വല്ലൈത്തു എന്നുള്ള ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയെങ്കിൽ സ്വല്ലൈത്തു എഴുതി അതിനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ആരും ഒഴിവാക്കരുത് അറിയില്ല എന്ന് വിചാരിച്ചിട്ട്. അടുത്ത നുതർജിമു. അത് പരിഭാഷപ്പെടുത്താനാണ്. സ്വല്ലൈന റകഅത്തൈനി തഹിയ്യത്തൻ ലിൽ മസ്ജിദി. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതിൻ്റെ ഒക്കെ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഫുള്ളായിട്ട് അറിയില്ലെങ്കിലും ഏതിൻ്റെയൊക്കെ അറിയാം അതൊക്കെ എഴുതണം നിങ്ങൾ. ഇപ്പോൾ റകഅത്തൈനി പറഞ്ഞാൽ 2 റകഅത്താണ്. അതൊക്കെ ഒരു പക്ഷേ അറിയായിരിക്കും. പിന്നെ മസ്ജിദ് പറഞ്ഞാൽ പള്ളിയാണ്. അപ്പോൾ ലിൽ മസ്ജിദ് പറഞ്ഞാൽ പള്ളിയുടെ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എഴുതുക. തീരെ അറിയാത്ത കുട്ടികളോട് ഞാൻ പറഞ്ഞു കേട്ടോ.
അപ്പോൾ എന്താ സൊല്ലൈനാറ ഞങ്ങൾ പള്ളിക്ക് തഹിയ്യത്തായി 2 റക്അത്ത് നിസ്കരിച്ചു. അതാണ് അതിൻ്റെ ഉത്തരം. 4 മാർക്കാണ് അതിന്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതി അതിന് 1 മാർക്ക് കിട്ടും. അടുത്ത ഉൻസുർ അഹാക ലാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക. പിന്നെ ഇന്ന സ്വലാത്ത വാജിബത്തുൻ അലൈന, തീർച്ചയായും നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാണ്, നിശ്ചയം നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു. യസീറു ഷാരിബുൽ ഖംറി മരീള, എന്താണ് മദ്യപാനി രോഗിയാകും. സ്വാറ യസീറു ആണ്, മദ്യപാനി രോഗിയാകും. അടുത്ത് നദ്ബിത്ത് ബിൽ അഷ്കാൽ, ഹർക്കത്ത് കൊടുക്കാനാണ്. ഈ ചോദ്യം എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് വരുന്നുണ്ട്, ഇങ്ങനെ ഹർക്കത്ത് കൊടുക്കാനുള്ള ഒരു ചോദ്യം. അത് എല്ലാ പരീക്ഷയ്ക്കും അധികവും വരുന്നത് ഈ ഫിഅലും ഫായിലും മഫ്ഊലും വരുന്ന സെൻറ്റൻസുകളാണ്. അതേപോലെ മുലാഫും മുലാഫുയിലേക്ക് വരുന്ന സെൻറ്റൻസുകൾ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അല വന്നിട്ടുണ്ട് അല്ലേ, അല വന്നാൽ ശേഷമുള്ളതിന് എന്തായിരിക്കും, ജറായിരിക്കും. അപ്പോൾ അലൽ ഉസ്താദി എന്നാണ് ആദ്യത്തെ. പിന്നെ ഞാൻ സലാം ചൊല്ലി എന്ന് പറയുമ്പോൾ സല്ലം തു, ഞാൻ സലാം ചൊല്ലി, സല്ലം തു അലൽ ഉസ്താദി. അടുത്ത ലറബൽ വാലിദു വലദഹു തഅദീബൻ, അവിടെ ലറബ ഫീലാണ്. നമുക്കറിയാലോ ഒരു സെൻറ്റൻസ് തുടങ്ങൽ ഒന്നില്ലെങ്കിൽ ഫീല് കൊണ്ടോ അല്ലെങ്കിൽ ഇസ്മു കൊണ്ടോ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ അൽ വാലിദ് എന്നുള്ള ഇസ്മാണ്, അതിൻ്റെ ഇടയ്ക്കൊരു ഫീല് വന്നാൽ അപ്പോൾ മനസ്സിലാക്കാതെ ഫീലായിരിക്കും, അപ്പോൾ ലറബ ആയിരിക്കും. അപ്പോൾ ലറബൽ വാലിദു, ഫായിലിനിക്ക് റഫ് ആണ്, അപ്പോൾ വാലിദു. പിന്നെ ആരടിച്ചു, വലദഹു, അപ്പോൾ വലത് മഫ്ഊലാണ്. അപ്പോൾ ലറബൽ വാലിദു വലദഹു തഅദീബൻ, അത് പഠിപ്പിക്കാൻ വേണ്ടി. അടുത്തത് ഇന്നൽ ഖംറ വൽ മുഖദ്ദിറാത്തി ഹറാമുൻ അലൈന അല്ലേ. ഇവിടെ ഇന്ന വന്നു, കലിമത്തിൻ്റെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഇന്ന വരും. അപ്പോൾ ഇന്നൽ ഖംറ, പിന്നെ വൽ മുഖദ്ദിറാത്തി അല്ലേ, മുഖദ്ദിറാത്ത് ജമ്മു മുഅന്നസ് സാലിമാണ്. അപ്പോൾ ജമ്മു മുഅന്നസ് സാലിം യുൻസബു ബിൽ കസ്റത്തി എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോൾ മുഖദ്ദിറാത്തി ഹറാമുൻ അലൈന, ഹറാം എന്നുള്ള ഇന്നൻ്റെ ഖബറാണ്, ഖബറിന് എന്താണ്, റഫ് ആണ്, അപ്പോൾ ഹറാമുൻ അലൈന. പിന്നെ അടുത്ത നളറ റജുലു, ഒരു ഫേൽ തുടക്കത്തിൽ വന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഫായിലായിരിക്കും, ഫായിലിന് റഫ് ആണ്, അങ്ങനെ മനസ്സിലാക്കുക. നളറ റജുലു, റജുലു നോക്കി, അദുവ്വഹു നളറത്തൽ ഗളബ്. അടുത്ത നുതമ്മിമു, പൂർത്തിയാക്കാനാണ്. യുൻസബു മഫ്ഊലല്ലഹു വദിൻ അല്ലേ, അത് പാട്ട് പൂർത്തിയാക്കാനാണ്. അത് സജദിന ശുക്രലില്ലാഹി എന്ന് പറയുന്ന പാഠത്തിൽ ഉണ്ട് ആ ബൈത്ത്. യുൻസബു മഫ്ഊലല്ലഹുൽ മസ്ദറു ഇൻ അബാന തഅലീലൻ കജുദ് ശുക്രം വദിൻ. അപ്പോൾ ആ ബൈത്ത് നിങ്ങൾ കാണാതെ പഠിക്കുക കേട്ടോ. അടുത്തത് ബൈത്താണ്. ലി ഇന്ന അന്നാ ലൈത ലാകിന്ന ലഅൽ കഅന്നാ നസീബുൻ സുമ്മ റഫ്ഉൻ വൽയഖുൽ. അപ്പോൾ ആ ബൈത്ത് നിങ്ങൾ കാണാതെ പഠിക്കുക, ബൈത്ത് പൂരിപ്പിക്കാൻ വരുന്നുണ്ട്. അടുത്ത നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. തഗദ്ദ, തഗദ്ദ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, രാവിലത്തെ ഭക്ഷണം കഴിച്ചു. അടുത്ത് ഹലീബ് എന്ന് പറഞ്ഞാൽ പാല്. പിന്നെ ഉസ്കുംല, മുക്കാലിസ്റ്റൂൾ. അടുത്തത് സാലബുൻ, കൂരൻ. ആസിമ, തലസ്ഥാനം. സാലബ് പറഞ്ഞാൽ കുറുക്കന്. മത്തർ, മഴ. റിജിസുൻ, മാലിന്യം. മുദരിബുൻ, കോച്ച്. ദസ്തൂറുൻ, നിയമാവലി. അപ്പോൾ ഇതാണ് ചോദ്യപേപ്പർ. എല്ലാവരും നല്ലോണം പഠിച്ച് നല്ല വിജയം നൽകട്ടെ. അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.